ശനിയാഴ്ചയായിട്ട് ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിലൊക്കെ പോകാൻ പോണേണ്. എല്ലാ ആഴ്ചയിലും ഇവർ പോകും. അപ്പം ഞാനങ്ങനെ ഇടയ്ക്ക് മാത്രമേ പോകാറുള്ളൂ. എപ്പോഴും ജോലി തിരക്കൊക്കെ ആകുമ്പോൾ ഓടിപ്പോകാൻ പറ്റും. പിള്ളേരാകുമ്പോൾ ബൈക്കിന് ഓടിപ്പോയിട്ട് വരുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ ഇച്ചുകൂട്ടനും എൻ്റെ കൂടെ വന്നായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ അമ്പലത്തിലോട്ടൊക്കെ കയറാൻ നിന്നു. അപ്പോൾ കൃഷ്ണേന്ദുവിൻ്റെ അച്ഛനും കൂടി തന്നെ. പക്ഷെ അവരെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവളെയൊക്കെ കണ്ട് പിന്നെ അഞ്ചു വേഗം പോയി പുഷ്പാഞ്ജലിയും എണ്ണയൊക്കെ അഞ്ചു മേടിച്ച് അതൊക്കെ എണ്ണയൊക്കെ മേടിച്ച് ഞങ്ങൾ അകത്ത് കയറാൻ പോയപ്പോൾ ഇച്ചുകൂട്ടിന് ഷർട്ട് ഊരാൻ കഴിയില്ല. അപ്പോൾ ഉണ്ണി ഷർട്ട് ഊരാൻ വേണ്ടി പറഞ്ഞിട്ട് അവൻ അഴിക്കൂല. ഷർട്ട് ബനിയാനായതുകൊണ്ട് ഒട്ടും അഴിക്കില്ല. പിന്നെ ഞങ്ങളൊരു കണക്കിന് അവനെ കയറ്റി തൊഴുത് ചുറ്റാനിറങ്ങിയപ്പോൾ ഇവനും കിടന്നിട്ട് ഓടിയാണ് ഇങ്ങനെ ചുറ്റിനും ഓടിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ഇറങ്ങി തൊഴുത് വരാൻ വൈകും തോറും എന്നെ വന്ന് വിളിക്കും, ഓടി വന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചിങ്ങനെ ചുറ്റി വന്നപ്പോഴത്തേക്കും കുളം കണ്ട്. അപ്പോൾ അവിടെ നെറ്റിട്ടേക്കണേ ഇവന് മീൻ കാണണം. അവൾക്ക് ആ മീനൊന്നും കാണാൻ പറ്റില്ല. എന്നാലും അവൻ കുളത്തിൻ്റെ അടുത്തോട്ട് ഓടിപ്പോയി മീൻ കാണാൻ ധൃതിയായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് പിടിച്ച് കാറിൽ കയറ്റിയവനെ. അവനിങ്ങോട്ട് പോരാൻ കഴിയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും അവനാണെങ്കിൽ ഒരു കാർഡ് എടുത്തിട്ടുണ്ട്, അതിൽ ലുലുവിൽ പോയി കളിക്കണത്. അപ്പോൾ കാർഡുമായിട്ട് ലുലുവിൽ പോകാൻ വേണ്ടി ധൃതിയായിരുന്നു. ഇവർക്ക് ഓഫീസിൽ പോകണമല്ലോ, ഇവരതാണ് പെട്ടെന്ന് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ അച്ഛനമ്മയും ഓഫീസിൽ പോയി. പിന്നെ അങ്ങനെ വന്ന് അഞ്ചുമൊക്കെ പെട്ടെന്ന് ചായ കുടിച്ച് ഇടിയപ്പം സ്റ്റൂ ആയിരുന്നു. അഞ്ചു വേഗം പെട്ടെന്ന് കഴിച്ച് അഞ്ചു ഉണ്ണിയും കഴിച്ച് അവർ പോകാനിറങ്ങി. ഞാനാണെങ്കിൽ ഗോതമ്പ് ദോശയും സ്റ്റൂവും കൂടി ഞാനും കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് ഞാൻ ടെറസിന് മുകളിൽ പോയി കറിക്ക് എന്തെങ്കിലും മേളിലുണ്ടാന്ന് നോക്കുക. ഒന്നുമില്ല, എന്നാലും 5-6 കോവക്കയും കിട്ടി, ഒരു വഴുതനങ്ങയും കിട്ടി. കോവക്കയെന്ന് പറഞ്ഞാൽ നല്ല നിറമാണ്, വേറെ ഒരു ടൈപ്പ് പച്ച കളറാണ്. ഇപ്പോൾ നല്ല കരിപ്പച്ചയായിരുന്നു നേരത്തെ. ഇപ്പോൾ പച്ചപ്പൊന്നുമില്ല, നല്ല ഭംഗിയുണ്ടല്ലോ, മുട്ട പോലെ ഇരിക്കണം. ഇപ്പോൾ എന്നാലും അധികമൊന്നും കിട്ടിയില്ല, ഒരു 5-8 കിട്ടിയത്. അതുകൊണ്ടപ്പോൾ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമല്ലോ ഓർത്ത്. രാവിലെ അപ്പോൾ ഞങ്ങൾ പച്ചക്ക വാഴയുമെന്ന് ഒടിച്ചെടുക്കാം പച്ചക്ക. അങ്ങനെ 2 പടല ഒടിച്ചെടുത്ത് വെച്ച് ഞങ്ങൾ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇവർക്ക് ചോറും ഉണ്ടാകാൻ വേണ്ടി രസവും ഇത് പച്ചക്ക തോരനുമായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമല്ലോ ഓർത്തുകൊണ്ട് എടുത്തത് പറിച്ചതാണ് പോയി. അങ്ങനെ അതുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇനിയിപ്പോൾ അടുത്ത ജോലികളൊക്കെ നോക്കണം. ഇനിയിപ്പോൾ പച്ചക്ക തോരനൊക്കെ ഉണ്ട്, എന്നാലും ഇന്ന് വേറെ കറി ഉണ്ടാക്കണം.